ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ഒരു ഓർക്കിഡിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചലിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പീജിയൻ ഓർക്കിഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിൽ നിന്ന് മാത്രമേ കാണിച്ചു തന്നുള്ളൂ. നമുക്ക് അതിൻ്റെ താഴേക്ക് പോയെന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ പീജിയൻ ഓർക്കിഡ്. യെസ്, എങ്ങനെയുണ്ട്? ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എന്നെ കൊല്ലുകയാണ്. ഇതിൻ്റെ ആ ഒരു പ്രത്യേക ആ ഒരു മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഈ ഒരു പ്ലാന്റ് എൻ്റെ നിന്ന് മേടിച്ച് വീട്ടിൽ വെച്ച് പൂക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സോ ദിസ് ഈസ് ദ പ്ലാന്റ്. അപ്പോൾ നമുക്കിതാ ഈ പ്ലാന്റിനെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ചിൽ തന്നെ ഇങ്ങനെ ഫ്ലവർ അടുക്കായിട്ട് നിറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതാ ചില ബ്രാഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് വെച്ചേ കാണും, ചില സമയത്ത് ഇതുപോലെ കുറേ കാണും. ഇതുപോലെ കുറേ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ വിരിഞ്ഞ് ഇപ്പോൾ ഉണ്ട് ഈ പ്ലാന്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ്ലി നമുക്കിതിന് വലിയ കെയർ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. കണ്ട ഇതിൻ്റെ പ്രത്യേക ഇതിനെ പീജിയൻ ഓർക്കിഡ് പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് ഇവിടെ കണ്ട ഒരു പീജിയൻ്റെ ആകൃതിയിൽ അകത്തൊരു പ്രാവിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ പീജിയൻ ഓർക്കിഡ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളതിൽ ഡോ ഓർക്കിഡ് ഉണ്ട്, അത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. ഇത് നമ്മളിൽ ഒരു 100 രൂപ ആ റേഞ്ചിനകത്ത് വരുന്ന ഒരു പ്ലാന്റാണ്. ഇത് നിങ്ങൾക്ക് പല കടകളിലും അവൈലബിൾ ആയിരിക്കും, നഴ്സറീസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കാം. നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ പൈസയും കൊറിയർ ചാർജ് മാത്രമേ ആവും. ഒരു കടകളിൽ പോയി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ കടകളിലും എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ കൂടുതലും കൊറിയർ ഉൾപ്പെടുത്താൻ കാരണം. നമ്മളല്ലെങ്കിൽ ഒരു പ്ലാന്റിന് വേണ്ടി നമ്മൾ കുറേ അടുത്ത് പോയി അന്വേഷിക്കും, അവിടെയൊന്നും കാണില്ല. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊറിയർ അയച്ചാണ് കൂടുതൽ പുതിയ കളക്ഷൻസ് എടുക്കാറുള്ളത്. പലയിടത്തും കാണില്ല പുതിയ കളക്ഷൻസ് ഒന്നും. എസ്പെഷ്യലി ഇപ്പോൾ ചിലയിടത്തൊക്കെ കളക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേര് പീജിയൻ ഓർക്കിഡ് ആണ്. പീജിയൻ ഓർക്കിഡിൻ്റെ പ്രത്യേകത പറഞ്ഞു. പിന്നെ നമുക്കിതിൽ ഫ്ലവർ എറേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്രാഞ്ച് ഉണ്ടാവും. ഇങ്ങനെ ബ്രാഞ്ചിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ സ്പോട്ടിലും വരാറുണ്ട്. ഇങ്ങനത്തെ സ്പോട്ട് അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന വെറുതെ ഒരു കൊണ്ട പോലെ ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇതുപോലെ കണ്ട വെറുതെ കൊണ്ട പോലെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ എടുത്ത് ഇണുത്ത് കളയരുത്. ആ ഭാഗത്താണ് ഇതുപോലെ മുട്ട റേസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു നീണ്ടിങ്ങനെ പോകും. ഈ നീണ്ടു പോയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ കുഞ്ഞു തത്തമ്മ ഇരിക്കുന്ന പോലെ ഇന്നലത്തെ വീഡിയോ കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് ഇത് ഇന്നലെ ഒരു ദിവസം നമുക്ക് ഇന്നലെ ഏകദേശം മുട്ട് പോലെ നിന്നാണ്. ഇന്ന് രാവിലെയാണ് എല്ലാം വിരിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു മണമാണ്. എന്നാലും മണമുണ്ട് അത്യാവശ്യം. അത് ഒരു പ്രത്യേക ഒരു സെൻറ്റുള്ള ഒരു പ്ലാന്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലീഫ് നമുക്ക് ഈ ഓർക്കിഡ്സിൻ്റെ അതിൽ തന്നെ ഇത് സ്മാളസ്റ്റ് വെറൈറ്റിയാണ്. പിന്നെ നമുക്കിത് അത്യാവശ്യം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പിന്നെ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലത്തെ അങ്ങനെ ഏരിയകളിലും അവരുടെ മരങ്ങളിലാണ് കൂടുതൽ ഇത് വളർത്താറുള്ളത്. കണ്ടത് നമ്മൾ ചെടിച്ചട്ടിയിലും വളർത്താമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ ഒരു ചെടിച്ചട്ടിയിലിരിക്കുന്ന ഒരു മദർ പ്ലാന്റാണിത്. ഓക്കെ, അപ്പോൾ അതിൽ കണ്ട മദർ പ്ലാന്റ് നമുക്ക് നിറച്ച് തൈകൾ കിട്ടും. ഇതുപോലെയാണ് തൈകളുണ്ടാവും. നിറച്ചതിന് ഇത് ഈ ഫാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ പ്ലാന്റായി. ഉണ്ടോ? ഇതാണ് മുട്ട എന്ന് പറഞ്ഞാൽ. ഇത് വിരിഞ്ഞില്ല കേട്ടോ, മറന്നു ചെയ്യുന്നതാണ് വിരിയാൻ. ഓക്കെ, ഇതെങ്ങനെയാണ് മുട്ട നിൽക്കുന്നത്, അത് കാണിച്ചു തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല, കാണിക്കാൻ പറ്റി. ഇതെൻ്റെ മുട്ടാണ്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതാണ് അടുത്ത് വീണ്ടും ഒരു മുട്ട ഇവിടെ റൈസ് ചെയ്യുകയാണ്. പിന്നെ അതാ വേറെയും പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. പൂക്കൾ ഇതാ നമുക്ക് കാണാം. ഈ ഏരിയയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു 2-3 പൂക്കൾ നിൽപ്പുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പൂ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അത് എൻ്റെ ഒരു പ്ലാന്റാണ്. ഇതുപോലെ എനിക്ക് ഈ ഒരു പ്ലാന്റ് തന്നെ ഒരു 10-30ഓളം കളക്ഷൻസ് ഇരിപ്പുണ്ട്. കളക്ഷൻസ് മീൻസ് 30ഓളം പോട്ടുകൾ ഇരിപ്പുണ്ട്. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റി ആണല്ലോ. ഇതിൽ ഒരു വെറൈറ്റി മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന് ഒരു വെറൈറ്റിയാണ് ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഫ്ലവർ അതിലൊരു 3-4 ഫ്ലവറും കൂടെ അവിടെ വിരിഞ്ഞിരിപ്പുണ്ട്. പിന്നെ ഇനി ഫ്രണ്ടിലേക്കുള്ള ഗാർഡനിൽ കുറച്ച് കാണും, പക്ഷേ അതിനിപ്പോൾ അവിടെ പോയി കാണിക്കാനുള്ള ടൈമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ബൗണ്ടായിട്ട് അവിടെ നിർത്താൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമുക്കൊരു കാര്യം കാണിക്കണമെന്ന് വെച്ചത് അതേ ഗ്രൗണ്ട് ഓർക്കിഡ്, നമ്മൾ ഡോ ഓർക്കിഡ് ഐ തിങ്ക് പക്ഷേ ഡോ ഓർക്കിഡ് നല്ലൊരു പ്ലാന്റ് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയില്ല. അതൊരു ഡോ ഓർക്കിഡാണ് കേട്ടോ. ഡോ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം നമ്മൾ ഇതിനെ പോലത്തെ ഒരു ഫ്ലവർ വരും, പക്ഷേ അത് അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. ഡോ ഓർക്കിഡ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളതിന് മേടിക്കാം. പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലത്തുള്ള പ്ലാന്റ്സ് മേടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 98068774 98006874 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസൊക്കെ മേടിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ഒന്ന് ഇടുക.
നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് എന്നെ പുതിയ വീഡിയോകൾ ചെയ്യാനും അതുപോലെ ഈ പ്ലാന്റിൻ്റെ കളക്ഷൻസൊക്കെ എന്നിൽ എത്തിക്കാനും വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ വീഡിയോ ചെയ്യാൻ കാരണം പേഴ്സണലി ഞാനിത് ഒരു ബിസിനസ് ഐഡിയ പോലെ അല്ല സ്റ്റാർട്ട് ചെയ്തത്. മാക്സിമം എനിക്ക് പ്ലാന്റ്സിനോട് ഒത്തിരി ഇഷ്ടമാണ്. അമ്മയ്ക്ക് പണ്ടേ പ്ലാന്റ്സിനോട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ അമ്മ. സോ അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഇത് എനിക്ക് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ പ്ലാന്റ്സിലേക്ക് കൂടുതൽ ഇറങ്ങിയപ്പോൾ അതൊരു ബിസിനസ് രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇൻകം ഇതിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, മോനെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് ഒത്തിരി പേര് മേടിക്കാറുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത് കൂടുതൽ ഈ പീജിയൻ ഓർക്കിഡ് പോയിട്ടുള്ളത് ബാംഗ്ലൂർ റീജിയൻസിലാണ്. നമ്മൾ ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിൽ കൊറിയർ അയക്കാം. കാരണം എസ്പെഷ്യലി ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഓർക്കിഡ് ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കോ പുറത്തോക്കോ അയക്കാൻ പറ്റും. കാരണം ഇത് പെട്ടെന്ന് നശിച്ചു പോകില്ല ഈ പ്ലാന്റ്. നമുക്കത് ഇത്ര ദിവസം കൊറിയറിനകത്ത് ഇരുന്നാലും കുഴപ്പമുണ്ടാവില്ല. ലാസ്റ്റ് നമ്മൾ ഓർക്കിഡ് വെസ്റ്റ് ബംഗാളിലേക്ക് അയച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട് അവരിലേക്ക് കിട്ടിയതൊക്കെ. തുടർന്ന് താല്പര്യമുള്ളവർ മേടിക്കുക, നിങ്ങളുടെ ഓർഡറാണ്. ദാറ്റ്സ് മൈ ഗ്രോത്തിനുള്ള ഒരു മെയിൻ കാര്യം. അപ്പോൾ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താലും മതി. വാട്സപ്പ് ചെയ്താലും നമ്മൾ ഉടനെ ഡീറ്റെയിൽസ് അയച്ചു തരും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അത്ര നമ്മളെ കടകളിൽ അവൈലബിൾ അല്ലാത്ത പ്ലാന്റ്സ് ആണ്. മാക്സിമം ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും. അങ്ങനത്തെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാം. അല്ലാതെ എല്ലാവരും മേടിക്കുന്ന പ്ലാന്റ്സ് മേടിക്കുക. എല്ലാം മേടിച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനുള്ള മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.